ഗോശ്രീ പാലത്തിലെ റോഡുകൾ തകർന്നതോടെ എറണാകുളം വൈപ്പിൻ കൊച്ചി മേഖലയിലെ ഗതാഗതക്കുരുക്ക് രൂക്ഷമാണ്. ദിവസവും രാവിലെയും വൈകിട്ടും മണിക്കൂറുകളാണ് വാഹനങ്ങൾ ഗതാഗതക്കുരുക്കിൽ കുടുങ്ങുന്നത്. പ്രശ്നപരിഹാരത്തിന് ഉടൻ നടപടിയുണ്ടായില്ലെങ്കിൽ പ്രതിഷേധം ആരംഭിക്കാനാണ് നാട്ടുകാരുടെ തീരുമാനം. കൊച്ചി നഗരത്തെയും വൈപ്പിൻ മേഖലയെയും ബന്ധിപ്പിക്കുന്ന പ്രധാനപ്പെട്ട പാലമാണ് ഗോശ്രീ പാലം. ഗോശ്രീ പാലത്തിലെ കുണ്ടും കുഴിയും ഇതുമൂലമുണ്ടാകുന്ന ഗതാഗതക്കുരുക്കും മൂലം വലയുകയാണ് ജനങ്ങൾ. പാലം കടക്കണമെങ്കിൽ മണിക്കൂറുകൾ വേണ്ട അവസ്ഥയിലാണ് ഇവിടുത്തെ സാധാരണക്കാർ. പശ്ചിമ കൊച്ചി നിവാസികൾക്ക് എറണാകുളം നഗരത്തിലേക്ക് എത്തണമെങ്കിൽ ഗോശ്രീ പാലം കടക്കണം. പാലവും റോഡും തകർന്നതോടെ 15 മിനിറ്റിൽ തീരേണ്ട ഈ യാത്രയ്ക്ക് ഇപ്പോൾ വേണ്ടിവരുന്നത് മണിക്കൂറുകളാണ്. വൈകുന്നേരം നമ്മൾ ജോലി കഴിഞ്ഞ് വരുമ്പോൾ ഭയങ്കര ട്രാഫിക്കിലാണ് വന്നത്. കാരണം അവിടെ ബ്ലോക്ക് ചെയ്ത് വെക്കും. നമ്മൾ ചാത്തിയത്തോടെ വർക്ക് ചെയ്യണത്. അപ്പോൾ എന്താണ് ഇതിൻ്റെ അവസ്ഥ എന്ന്? കാരണം നമ്മൾ റോഡ് ടാക്സ് എല്ലാം കൊടുക്കണതാണ്, എല്ലാത്തിനും ടാക്സ് കൊടുക്കണം. പക്ഷേ എന്താണ് റോഡ് ഇങ്ങനെ പൊട്ടിപ്പൊളിഞ്ഞ് യാത്ര ചെയ്യാൻ പറ്റാത്ത വിധത്തിൽ എന്താണെന്നുള്ളത്. മാസങ്ങളായി ഗോശ്രീ പാലത്തിലെ റോഡുകൾ തകർന്നിട്ട് ഇടയ്ക്ക് കോൺക്രീറ്റ് ഉപയോഗിച്ച് കുഴിയടച്ചു. ഇതോടെ യാത്ര കൂടുതൽ ദുഷ്കരമായി. ചേട്ടാ, ഈ പാലത്തിലെ അവസ്ഥ എന്തോ? ഈ ഓട്ടോ ഓടിക്കുമ്പോഴേക്കുള്ള ബുദ്ധിമുട്ട് എങ്ങനെയാണ്? ഭയങ്കര ബുദ്ധിമുട്ട് തന്നെയാണ്. ഇവിടെ രാവിലെ ഒരു 8:30 തുടങ്ങിയാൽ ഒരു 11 മണി വരെ ബ്ലോക്ക് തന്നെയാണ്. അപ്പോൾ ഇനി വൈകിട്ട് ഒരു 5 മണിയാകുമ്പോൾ തുടങ്ങും, ഒരു 7:30 8 മണി വരെ. ഇച്ചിരി ഗുണം നേടും, പിന്നെ അങ്ങോട്ട് അത് രണ്ട് മഴക്കാലം അങ്ങനെ പോകും. ഇത് തന്നെ അവസ്ഥ. 2 നിരയുണ്ടായിരുന്ന ഗോശ്രീ പാലത്തിൽ ഒരു പാലം അറ്റകുറ്റപ്പണിക്കായി അടച്ചിട്ട് മാസങ്ങളായി. നിലവിൽ ഒരു പാലം മാത്രമാണ് ഗതാഗതത്തിനായി ഉപയോഗിക്കുന്നത്. ഇതും പ്രതിസന്ധി രൂക്ഷമാക്കുന്നു. ബ്ലോക്കാണ് ഇപ്പോൾ കാരണം 1/2 മണിക്കൂർ 3/4 മണിക്കൂറൊക്കെ കിടക്കേണ്ടി വരും. ഈ പാലത്തിന്റെ അവിടെ മാത്രം കുഴിയുള്ളൂ. ഈ പാലത്തിന്റെ അവിടെ കുഴിയുള്ളത് കൊണ്ടാണ് വർക്ക് കിടക്കണേ. അതുകൊണ്ടുള്ള ബുദ്ധിമുട്ടാണ്. ഓണത്തിന് മുൻപ് പ്രശ്നപരിഹാരം വേണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. അടിയന്തര നടപടി ഉണ്ടായില്ലെങ്കിൽ പ്രതിഷേധം ആരംഭിക്കാനാണ് തീരുമാനം. ഗോശ്രീ പാലത്തിലെ റോഡുകൾ തകർന്നിട്ട് കാലമൊത്തിരിയായി. അധികൃതർക്ക് ഇതറിയാഞ്ഞിട്ടോ നാട്ടുകാർ പരാതി പറയാഞ്ഞിട്ടോ അല്ല. ഉടനെ നന്നാക്കാമെന്ന മറുപടി മാത്രമാണ് നിരന്തരം നാട്ടുകാർക്ക് ലഭിക്കുന്നത്. ഇനിയും നടപടി ഉണ്ടായില്ലെങ്കിൽ പ്രക്ഷോഭങ്ങളുമായി രംഗത്തെത്താനാണ് നാട്ടുകാരുടെ തീരുമാനം. ക്യാമറ പേഴ്സൺ വിനോദിനൊപ്പം റാഫി കരീം, 24 കൊച്ചി. പൊതുജനം കഴുതയല്ല സാർ. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.